എൻ്റെ ജീവിതത്തെ ദൈവം ഒരുപാട് പരീക്ഷിച്ചു. ഐ എം റിയലി സോറി. നിങ്ങൾ ഇനിയും 1 മാസേ ജീവിക്കുള്ളൂ. എന്ത്? എല്ലാം അവസാനിച്ചു. ഈ ലോകത്തെ വിട്ടുപോകാൻ സമയമായി. പറഞ്ഞോളൂ ഡോക്ടർ. മിസ്റ്റർ ജോൺ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതൊന്നിനും ഞാൻ അറിയുന്നത്. നാളെ ഞാൻ മരിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ മരിക്കുക. ഈ ലോകത്തെ വിട്ട് പോവുക. ഞാൻ എന്താ പറയാൻ പോകുന്നത് കേൾക്ക്. നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് മാറിപ്പോയതാണ്. നിങ്ങൾ നശിച്ചാലേ ഇത് ആദ്യം തന്നെ പറഞ്ഞൂടെ. എന്നെ പോലെ മണ്ടത്തരം കാണിച്ചു ഈ ലോകത്തില് തന്നെ ആരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ എന്താ നടക്കുന്നത്? ഇതാരാ കിടക്കുന്നത്? പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഇതിന്റെ മുഖം പോലും കാണണ്ട. നിനക്ക് അവിടെ നിൽക്കാൻ ഓരോ അർഹതയില്ല. നിനക്ക് കൊള്ളാത്തവനാ. ഇവിടുന്ന് പോ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇവനോട് എന്താ പറ്റിയത്? ഇവന് ഭേദാവില്ലേ? അദ്ദേഹം മരിച്ചു. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കും. അത് മരിച്ചുപോയി. ഇനി അദ്ദേഹം തിരിച്ചു വരില്ല. എനിക്കിതൊന്നും താങ്ങാനാവില്ല. മരിച്ചു വരത്തേക്കില്ല. അയ്യോ, പ്രേതം ഇങ്ങനെ ഒരിക്കലും നടക്കില്ല. സത്യമായിട്ടും ഞാൻ മരിച്ചില്ലേ? ഞാൻ വേറൊരു ലോകത്തേക്ക് എത്തി. പക്ഷെ അതൊക്കെ എങ്ങനെ നടന്നു? എന്റെ മോന് ജീവനോട് ഉണ്ടല്ലേ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളാരാ? അതൊക്കെ പോട്ടെ, നീ 1 മിനിറ്റ് ഇവിടെ തന്നെ ഇരിക്കെ. എവിടേക്കും പോവല്ലേ. ഞാൻ നിന്റെ അച്ഛനെ ഇത് അറിയിച്ചിട്ട് വരാം. ഇവിടെ തന്നെ ഇരിക്കെ, എവിടേക്കും പോവല്ലേ. അച്ഛനോ? 5 വർഷത്തില് 1 തവണ നടക്കുന്ന ഗുഹയിലേക്ക് കയറുന്ന മത്സരം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഇവിടെയുള്ള എല്ലാ വലിയ കുടുംബങ്ങളും അവരുടെ മക്കളെ അയക്കും. ആദ്യം അവിടെ എത്തുന്ന ആൾക്ക് മാത്രമേ ആ ഗുഹയിലേക്ക് കയറാൻ പറ്റൂ. നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും അവിടെ ഒന്നാമതെത്തി ആ ഗുഹയിലേക്ക് കയറിയാൽ നമ്മുടെ കുടുംബത്തിന് വലിയൊരു അഭിമാനം മാത്രമായിരിക്കില്ല, അത് നമുക്ക് വലിയ സ്ഥാനവും ലഭിക്കും. അച്ഛാ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മഹാരാജൻ, എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നമ്മുടെ മകൻ നമ്മുടെ വീട്ടിൽ എവിടേക്കും പോയിട്ടില്ല. അവൻ ജീവനോട് തന്നെയുണ്ട്. എന്റെ മകൻ മരിച്ചിട്ടില്ല. ഓ, ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഇത് ഏത് രാജ്യമാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഗുഹാപ്രവേശനത്തിനുള്ള അവസാനത്തെ ചോദ്യം. കോഴിയും മുയലും ചേർത്ത് മൊത്തത്തിൽ 49 എണ്ണം കൂട്ടിലുണ്ട്. ഇവ രണ്ടും ചേർത്ത് 100 കാലുകളാണുള്ളത്. അപ്പൊ കോഴി എത്രയാണ്, മുയൽ എത്രയാണെന്നുള്ളത് പറയണം. ഇത് വളരെ ഈസിയായ ചോദ്യമാണല്ലോ. അപ്പോ ഇതിന്റെ ഉത്തരം 48 കോഴി 1 മുയൽ. അവസാനത്തെ ചോദ്യമോ? എന്ത് മണ്ടത്തരം ഇത്. മഹാരാജൻ, ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എന്തുപറ്റി? അവസാന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആരോ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താ നീ പറഞ്ഞേ? അത്ഭുതകരം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ബുദ്ധിമാൻ ആരാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ചത്? ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം. പിതാവ് പറയുന്നത് വളരെ ശരിയാണ്. വലിയ ജ്ഞാനികൾക്ക് പോലും ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് 2 പകലും 3 രാത്രിയും വേണ്ടി വന്നു. എന്നിട്ട് അവര് കണ്ടുപിടിച്ചത് ശരിയായിരുന്നില്ല. ശ്രദ്ധിക്ക്, പെട്ടെന്ന് ആ ബുദ്ധിമാനെ കണ്ടുപിടിക്ക്. അവനെ കൊണ്ട് നമ്മുടെ കുടുംബത്തിന് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റും. അവൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെയുണ്ട്. മോനെ, ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യ, അത്ര വലിയ കാര്യമൊന്നുമല്ല. നീ എന്താ ഈ വിളിച്ചു പറയുന്നത്? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? തലയ്ക്ക് കുഴപ്പമുള്ളത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ ഗുഹാപ്രവേശനത്തെ കളിയാക്കുവാണ്. ഈ മണ്ടനെ കൊണ്ട് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾ എന്തിനാ ഞാൻ മണ്ടനാണെന്ന് പറയുന്നത്? ഈ ചോദ്യമൊക്കെ വളരെ എളുപ്പമാ. മതി, നിർത്ത്. ശബ്ദമുയർത്തി ഇനി മേലാൽ ഇങ്ങനെ സംസാരിക്കരുത്. പക്ഷെ നീ സമാധാനപ്പെട്. ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കണ്ട. അച്ഛാ,
ഇവൻ ഒരുപാട് അധികം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ ഗുഹാപ്രവേശനത്തിന്റെ മത്സരത്തിന് കൊണ്ടുപോയാലോ? ഒരുപക്ഷെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയ ജ്യേഷ്ഠൻ അപമാനിതനാകില്ലേ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ജ്യേഷ്ഠൻ ഒന്നിനെ കുറിച്ച് ഒരു അറിവുമില്ലെന്ന്. അങ്ങനെയാണോ? നീ ഇപ്പൊ പറഞ്ഞ മത്സരം എന്താ? അത് കാര്യമൊക്കെ ഉണ്ട് മോനെ, നമുക്ക് അതിലൊന്നും പങ്കെടുക്കണ്ട. അങ്ങനെയൊന്നും പറയരുത്. എത്ര നല്ല അവസരം ഇത്. ഈ അവസരത്തെ എങ്ങനെയാ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുക? നിന്നെ പോലത്തെ മണ്ടന്മാരുണ്ടെങ്കിലേ എന്റെ മക്കളുടെ കഴിവറിയൂ. എന്താ ചെയ്ത്? അതിൽ ഞാൻ പങ്കെടുത്ത എന്തൊക്കെ ചോദ്യം എന്നോട് ചോദിക്കുക? അവിടെ കണക്ക്, ആംഗലേയം, പിന്നെ വ്യാകരണത്തിന്റെ ചോദ്യങ്ങളും ചോദിക്കും. അത് നിനക്കറിയില്ല. അത് വളരെ കഷ്ടോ. അത്രേ ഉള്ളോ? ഇതാണോ മത്സരം? അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? ഗുഹയിലേക്ക് കയറുന്ന മത്സരം തമാശയല്ല. പല വിദ്വാൻമാരും ആദ്യ ചോദ്യത്തിൽ തന്നെ തോറ്റുപോയിട്ടുണ്ട്. ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മത്സരോ? നമുക്കിപ്പോ ഇതിനുത്തരം കണ്ടെത്തിയ ആ ബുദ്ധിമാനെ നമുക്ക് കണ്ടുപിടിക്കണം. പമ്പര വിഡ്ഢി. ഇവൻ അല്ലെങ്കിൽ തന്നെ ഒരു മണ്ടന. ജ്യേഷ്ഠ, ധൈര്യം കൈവിടരുത്. ഒരു ദിവസം തീർച്ചയായിട്ടും ജ്യേഷ്ഠൻ കുടുംബത്തിന് വേണ്ടി മത്സരിക്കും. അല്ല, നീ ആരാ? അത് എന്താ മോനെ ഇത്? നിനക്ക് എന്തു പറ്റി? ഇവള് നീ ഇത്ര പെട്ടെന്ന് മറന്നു? ഇവള് നിന്റെ അനിയത്തിയ. ഇവള് മാത്രോ എപ്പോഴും നമുക്ക് വേണ്ടി സംസാരിക്കുക? അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴല്ലേ ജ്യേഷ്ഠൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്. ആ, എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. നീ എന്റെ അനിയത്തിയല്ലേ? നാളെ ആ മത്സരത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോ ജ്യേഷ്ഠനും വരാം. ഞാൻ ഇതിൽ എങ്ങനെയെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വല്യമ്മയ്ക്ക് ചികിത്സ നൽകും. നീ ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു മോളെ. എന്റെ അസുഖം മാറാൻ ഒരു സാധ്യതയില്ല. അമ്മേ, അതെ, ഇത് സത്യ. എന്റെ അസുഖം മാറാനുള്ള മരുന്ന് ഈ മത്സരത്തിൽ ജയിച്ചാലേ കിട്ടൂ. പക്ഷെ അത് വളരെ കഠിനോ. എനിക്കിനി അധികം നാളില്ല മോനെ. വല്യമ്മ വിഷമിക്കരുത്. എന്ന് വന്നാലും ശരി, നാളെ മത്സരത്തിൽ ഞാൻ വിജയിക്കും. ഇവളും എന്റെ അമ്മയും കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടിയ ജീവിക്കുന്ന. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്റെ അമ്മയ്ക്ക് ഒരു വലിയ അസുഖം വന്നിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ എന്റെ അമ്മയെ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തുപറ്റി സുഹൃത്തെ? ഇന്ന് മത്സരത്തിന്റെ പ്രധാനപ്പെട്ട ദിവസമല്ലേ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വിദ്വാൻ മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ നിന്ന് വേറെ ആരുമില്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. കഴിവാണ് പ്രധാനം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരും വിഡ്ഢികളാ. എന്റെ മകൻ ഒറ്റയ്ക്ക് മതി നിങ്ങളെ എല്ലാവരെയും നേരിടാനായിട്ട്. കഴിഞ്ഞ 5 വർഷം അവൻ തപസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗുണം അവനുണ്ടാകും. അതുകൊണ്ട് ഈ മത്സരത്തിൽ അവൻ തന്നെയാണ് വിജയിച്ച് ഒന്നാമനാകുക. 5 വർഷം തപസ് ചെയ്തെന്നോ? 5 വർഷം കൊണ്ട് ഇവൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇവന്റെ തപസ് എങ്ങനെ ഇംഗ്ലീഷിലും മാത്സിലും ഉപകരിക്കുക? എന്തായാലും ഇവൻ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. കാത്തിരുന്ന് കാണാം. നോക്ക് സുഹൃത്തെ, നിന്റെ മകന്റെ കഴിവിൽ ഇത്രയധികം അഭിമാനിക്കാൻ വരട്ടെ. അവന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മത്സരത്തിന് ശേഷം നമുക്കറിയാലോ. എന്റെ മകൻ ഗുഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്താ നടക്കാന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഞാൻ തീർത്തു കളയും. ആദ്യം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് എല്ലാവരുടെ മുന്നിലും ഒന്ന് തെളിയിച്ച് കാണിക്കേ. നോക്ക്, ഈ വലിയ കല്ലിന് എന്തിനാ ഇവർ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് പരിണാമ ശില്പമാണ്. 1000 വർഷത്തോളമായി ഇത് ഇവിടെ തന്നെ ഉണ്ട്. പരിണാമ ശില്പോ? ഇതുകൊണ്ട് എന്താ ഉപയോഗം? ഉത്തരം ശരിയോ തെറ്റോ എന്ന് ഇത് നമ്മളോട് പറയും. നമ്മുടെ മറുപടിക്ക് അനുസരിച്ച് ഇതിലെ നിറവും മാറും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാ ഇത് അത്ഭുത ശില്പമാണോ? ഇതെന്താ? എല്ലാവരും എത്തിക്കഴിഞ്ഞു. എന്റെ കുടുംബം ഇവിടെയുണ്ട്. എന്റെ കുടുംബവും എത്തിയിട്ടുണ്ട്. എന്റെ കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ കുടുംബവും എത്തിയിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്കിന്ന് നടത്താൻ ഉദ്ദേശിച്ച മത്സരം ആരംഭിച്ചാലോ? തീർച്ചയായും. നിബന്ധന അനുസരിച്ച് ആരാണോ ആദ്യം ഗുഹയിലേക്ക് കയറുന്നത് അവർക്കാണ് ഈ സമ്മാനം ലഭിക്കുക. ഇതാണ് ആ സമ്മാനം. ഇത് കിട്ടി എന്റെ അമ്മയുടെ അസുഖം മാറുമല്ലേ? ആദ്യത്തെ മത്സരം സൺ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. ദയവായി ചോദ്യങ്ങൾ ചോദിച്ചാലും. ആദ്യത്തെ ചോദ്യം നിനക്കുള്ളതാണ്. ചോദിച്ചോളൂ. 3 3 ഗുണിച്ചാൽ എത്ര? 3 3 കൊണ്ട് എന്ത്? അനിയത്തി, ഇദ്ദേഹം ചോദിക്കുന്നത് സത്യമാണോ? അദ്ദേഹം 3 3 കൊണ്ട് ഗുണിച്ച് എത്രയാണെന്നാണോ ചോദിച്ചത്? അതെ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം. ഇത് 1ാം ക്ലാസ്സുകാരോട് ചോദിക്കുന്ന ചോദ്യാ. ഞാൻ കണ്ടുപിടിച്ചു. ഇതിന്റെ ഉത്തരം 9.
ശില്പം പച്ച നിറത്തിലായിരിക്കുന്നു. ഇത്ര ഈസി ആയ ടെസ്റ്റോ? ആദ്യത്തെ മത്സരം കഴിഞ്ഞു. കല്ല് പച്ച നിറം കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ശരിയായ ഉത്തരം പറഞ്ഞു. അനിയത്തി നോക്കിയേ, ഇത് മന്ത്രശക്തിയുള്ള കല്ലുപോലെ ഉണ്ടല്ലോ. പക്ഷെ ഇതെങ്ങനെ ജ്വലിക്കുന്നത്? ജ്യേഷ്ഠ, ഇതത്ര സാധാരണ ശില്പമൊന്നുമല്ല. ആയിരക്കണക്കിന് വർഷമായി ഗുഹയുടെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് ഇതാണ്. പുറമേ കാണുമ്പോൾ സാധാരണ കല്ലായി തോന്നാം, പക്ഷെ ഈ ഒരു ശില്പത്തിന് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി അറിയാം. ഇല്ലെങ്കിൽ ജ്യേഷ്ഠൻ കണ്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം അയ്യോ, അങ്ങനെയാണോ? ഈ ശില്പം ജീനിയസ് ആണല്ലേ? ഇതിന് നല്ല അറിവുണ്ടാവുമല്ലോ. ആ, ഈ ശില്പത്തിന് ഇതിനേക്കാൾ ബുദ്ധിയുള്ള ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞാല് ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആയിരക്കണക്കിന് വർഷമായിട്ടും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനില്ലാന്ന് തോന്നുന്നു. പോളിന്റെ കുടുംബത്തിലുള്ളവർ കടന്നു വരിക. ഇനി ചോദ്യം ചോദിച്ചോളൂ. പറഞ്ഞോളൂ, 2ഉം 9ഉം കുടിച്ചാൽ എത്രയാണ്? അല്ല, ഇതിലിപ്പോ എണ്ണ മാത്രം എന്താ ഉള്ളത്? ഈ ഗുണന പട്ടിക 1ാം ക്ലാസ്സിലുള്ളവർക്ക് പോലും അറിയാം. നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ലപോലെ അറിയോ? ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ വലിയ കാര്യമാണോ? നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? പറയാച്ച, നീ കള്ളം പറയാ. ഞാൻ കള്ളം പറയാണെന്നോ? ഈ ഗുണന പട്ടികകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വലിയ രഹസ്യം. അത് ഇവിടുത്തെ ആചാര്യന് പോലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. നിന്നെ പോലൊരു മണ്ടന് ഈ ഗുണന പട്ടികയൊക്കെ എങ്ങനെ മനപ്പാടാക്കാൻ പറ്റുക? നീ ശരിക്കും ഒരു മണ്ടനാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ജ്യേഷ്ഠ, ഇങ്ങനൊന്നും സംസാരിക്കരുത്. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമുണ്ടാകും. നടക്കാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നടക്കാത്ത കാര്യോ? ഗുണന പട്ടിക മനപ്പാടാക്കുന്ന എളുപ്പമുള്ള കാര്യ. വായ തോന്നി ഒന്നും വിളിച്ചു പറയല്ലേ. ശരി, പറ, നിന്റെ ഉത്തരം എന്താണ്? 9ന് 2 കൊണ്ട് ഗുണിച്ച 15. എന്ത് 15? നീയൊക്കെ എവിടെയാ പഠിച്ചേ? ശില്പം ചുവന്ന നിറത്തിലായിരിക്കുന്നു. സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ കല്ല് ചുവപ്പ് നിറമായിരിക്കുന്നു. പോൾ കുടുംബം മത്സരത്തിൽ നിന്നും പുറത്തായി. ഈ ചോദ്യം നല്ല കഷ്ടമുള്ളതാണല്ലോ. പിതാവേ, ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിച്ചു. ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം 18. നീ പറഞ്ഞത് വളരെ ശരിയാ. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം. അയ്യോ. അടുത്തത് ജോൺസന്റെ കുടുംബം. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യം. ഒന്ന് നിൽക്ക്. എന്തു പറ്റി? ആദ്യ ചോദ്യം തന്നെ കഠിനമാകണം. അതുകൊണ്ട് അങ്ങ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണം. ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിക്കാൻ ഇവൻ തന്നെ പറയുന്നു. ഇവനൊരു സാധാരണക്കാരനല്ല. ശരി, നിനക്ക് ഞാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം തരാം. 8 2 കൊണ്ട് ഹരിച്ച് 1 കുറച്ചാൽ എത്ര? എന്ത്? ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്രയും കഷ്ടമുള്ള ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. ഇതിനുള്ള ഉത്തരം എനിക്ക് പോലും പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഇവൻ പറയുന്നേ? ഇവർക്കെന്താ ഇത്ര കഷ്ടമായിരിക്കുന്നത്? അനിയത്തി, ഇതിനെന്താ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ? ഇവർക്ക് ഇത് എന്താ പറ്റിയത്? ജ്യേഷ്ഠ, ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒരു ചോദ്യത്തിൽ വരികയാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ 100 വർഷത്തിലൊരിക്കൽ ജനിക്കുന്ന മഹാന് മാത്രമേ കഴിയൂ. ഈ ചോദ്യം എളുപ്പമാണെന്ന് എങ്ങനെ പറയുന്നത്? എന്താ നിനക്ക്? നിന്നെ കൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. അത് കൊള്ളാലോ, സംസാരം കുറച്ച് കൂടുന്നുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം പറ. ഇതൊന്നും വലിയ കാര്യമല്ല. ഇതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാ? ഇതിന്റെ ഉത്തരം 3. ശില്പം പച്ച നിറത്തിലായിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അത് കൊള്ളാം, ഞാൻ ഇത് തന്നെയാ പ്രതീക്ഷിച്ചത്. നന്നായി മത്സരിച്ചു. ഗുഹയിലേക്ക് കയറാനുള്ള കഴിവ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. നിങ്ങളുടെ ആദ്യ മത്സരം കഴിഞ്ഞിരിക്കുന്നു. വലിയ കാര്യത്തില് ഞങ്ങളോട് മത്സരിക്കാൻ വന്നതാ. ഇവൻ ഒരുപാട് കഴിവുണ്ട്. പക്ഷെ അച്ഛാ, നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ കുടുംബത്തെ ഞാൻ തലകുനിയാൻ അനുവദിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അടുത്ത തവണ ഞാനായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. ഡ്യൂക്ക് കുടുംബത്തിലുള്ളവർ വരൂ. മഹാജ്ഞാനിയോട് എന്നോട് ചോദ്യം ചോദിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഇനി ചോദ്യ വിഭാഗം മാറ്റാം. വ്യാകരണത്തെ പറ്റി ചോദിക്കാം. ഞാൻ തയ്യാറാണ്. വളരെ നല്ല കാര്യം. വ്യാകരണം ജ്യേഷ്ഠനറിയാം. ചോദ്യം ഇപ്പോ ഇവിടെ പ്രത്യക്ഷമാകുന്നതാണ്. ഉച്ച സമയത്ത് ഡാഷിൽ പണിയെടുക്കും. നമ്മൾ വയലിലല്ലേ പണിയെടുക്കുക? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് നന്നായിട്ട് അറിയാം. ഉച്ച സമയത്ത് വെയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്റെ ഉത്തരം, ഉച്ച സമയത്ത് നമ്മള് വെയിലിലാണ് പണിയെടുക്കുന്നത്. ഛർദ്ദിക്കാൻ വരുന്നല്ലേ? ജ്യേഷ്ഠൻ ശരിയായ ഉത്തരമല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം പോലും അറിയില്ലേ? അത് ശരിയാണല്ലോ. ശില്പം ചുവന്ന നിറത്തിലായിരിക്കുന്നു. ഉത്തരം തെറ്റാണ്. വെയിൽ ശരിയായ ഉത്തരമല്ല. ശരിയ ഉത്തരം ഉച്ചയ്ക്ക് വയലിൽ പണിയെടുക്കും. അതുകൊണ്ട് ഈ മത്സരത്തിൽ നിന്നും ഡ്യൂക്ക് കുടുംബം ഇപ്പോൾ പുറത്താവുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യഘട്ടത്തിൽ തന്നെ ഇത്രയും കഷ്ടമുള്ള ചോദ്യം ചോദിച്ചാ ഇവൻ തോറ്റുപോവില്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്?
നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും വിഡ്ഢികളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ? ആദ്യ മത്സരത്തിൽ തന്നെ തോറ്റുപോയി, കണ്ടില്ലേ? എന്തിനാ ഇത്ര ധൃതി വെക്കുന്നത്? എന്റെ മകനും മകളും ഇതുവരെ മത്സരിച്ചിട്ടില്ല. ശരി ശരി, എന്നാ അവരെ അയക്കേ. അനിയത്തി, മത്സരത്തിൽ ഞാൻ ഒന്നാമതെത്തിയ എനിക്കത് കിട്ടുമോ? അത് കിട്ടിയ അമ്മയെ ചികിത്സിക്കാൻ പറ്റുമോ? തീർച്ചയായും അത് സ്വന്തമാക്കണമെങ്കിൽ ഈ മത്സരത്തിൽ 1-ാം സ്ഥാനത്തെത്തണം. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും, ഉറപ്പായിട്ട് ജയിക്കുകയും ചെയ്യും. നീ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കോ? ഇനി നീ എന്തെങ്കിലും പറഞ്ഞാ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. അച്ഛാ, അത് പിന്നെ ജ്യേഷ്ഠ, അച്ഛൻ പറയുന്നതൊന്ന് കേക്ക്. അച്ഛനെ ദേഷ്യം പിടിപ്പിച്ച അതിന്റെ നഷ്ടം ജ്യേഷ്ഠനാ. ഇവരെന്താ ചെയ്യുന്നത്? എന്റെ ചേച്ചിയുടെ 7 വയസ്സുള്ള മകൻ വന്നാൽ പോലും ഒരു ചാമ്പ്യനാവും. ആദ്യഘട്ടം അവസാനിച്ചു. ഡ്യൂ കുടുംബവും പോൾ കുടുംബവും പുറത്തായിരിക്കുന്നു. 2-ാം ഘട്ട മത്സരം ആരംഭിക്കാം. ആരാണോ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അവർ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം അവരെ ഗുഹയിലേക്ക് അയക്കുന്നതാണ്. പിതാവേ, എനിക്കിതിൽ മത്സരിക്കണം, ഞാൻ ജയിക്കും. ശരി, മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഓരോരുത്തരായി വരൂ. ശ്രദ്ധിക്കൂ, ഇനി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നിങ്ങളുടെ കയ്യിലാ. പിതാവേ, അങ്ങ് വിഷമിക്കണ്ട, നമ്മളെ കൊണ്ടത് പറ്റും. എന്നെ കൊണ്ട് സാധിക്കും. അടുത്ത ചോദ്യം ആംഗലേയത്തിൽ നിന്നുള്ളതാണ്. ചോദ്യം ഇതാണ്: ഹലോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എ നായ, ബി നമസ്കാരം, സി വണ്ടി, ഡി ഒരു വലിയ മത്തങ്ങ. ഉത്തരം പറയൂ. ഇവരെല്ലാരും നഴ്സറി കുട്ടികളാണോ? ഞാൻ ഡി തിരഞ്ഞെടുത്തു. ഹലോയുടെ അർത്ഥം ഒരു വലിയ മത്തങ്ങയാ. കാരണം എന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെറിയ വാക്കായതുകൊണ്ട് വലിയ സാധനമായിരിക്കും. അയ്യോ, എന്റെ തലവേദനിക്കുന്നല്ലോ. ശില്പം ചുവപ്പ് നിറത്തിലായിരിക്കുന്നു. ഇതെങ്ങനെ തെറ്റിപ്പോയി? നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷേ ശ്രമം നല്ലതായിരുന്നു. ഞാൻ ബി തിരഞ്ഞെടുക്കുന്നു. ഹലോയുടെ അർത്ഥം നമസ്കാരം. ശില്പം പച്ച നിറത്തിലായിരിക്കുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ മുൻപ് പറഞ്ഞതല്ലേ? വളരെ നന്ദി, നന്ദി. ജോ കുടുംബത്തിലെ രാജകുമാരൻ വളരെ ബുദ്ധിശാലിയാണ്. അയാൾക്ക് എല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ 1-ാം സ്ഥാനം കിട്ടും. 2-ാമത്തെ ചോദ്യം വ്യാകരണമാണ്. നിങ്ങൾ സൂര്യനെ കുറിച്ച് ഒരു കവിത ചൊല്ലണം. ഈ കവിത വിവേകവും അർത്ഥവുമുള്ളതായിരിക്കണം. മുമ്പോട്ട് വരൂ. അവസാനം ഒരു നല്ല ചോദ്യം കേട്ടു. കവിത എഴുതുന്നതിന് റൈമ് കൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയണം. ഇതൊരു സാധാരണ കാര്യമല്ല. ഞാൻ തയ്യാറാണ്, എന്ന് ആരംഭിക്കാം. അച്ഛാ, കണ്ടില്ലേ, ജ്യേഷ്ഠൻ ജയിക്കുന്ന എനിക്ക് തോന്നുന്നു. സൂര്യനെ കുറിച്ചുള്ള കവിത ഇതാണ്. ഏയ് സൂര്യനെ, ഓ സൂര്യനെ, നീ എന്താ ഇത്ര ചൂടായിട്ടിരിക്കുന്നെ? ഏയ് സൂര്യനെ, ഓ സൂര്യനെ, നീ എങ്ങനെയാ ഇത്ര ജ്വലിക്കുന്നെ? ഇതൊക്കെ ഒരു കവിതയാണോ? ശില്പം പച്ച നിറത്തിലായിരിക്കുന്നു. പച്ച നിറം, ഇത് ശരി ഉത്തരമാണ്. 4 വരികളിൽ സൂര്യനെ കുറിച്ച് വിശദമായി വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന വിധം ചോദ്യങ്ങളെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വരിയിലും അവസാനത്തെ വരിയിലും സൂര്യനെ കുറിച്ച് മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കവിതയാകുന്നു. ഈ മത്സരത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന കുടുംബം ഡ്യൂ കുടുംബമാണ്. നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ജ്യേഷ്ഠൻ എല്ലാ ഉത്തരവും അറിയാം. അതെ അതെ, ചരിത്രത്തിൽ ഇത്രയും നല്ലൊരു കവിയെ കിട്ടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യ. ഇവനെ നവീന യുഗത്തിന്റെ കവിശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കാം. എന്ത് കവി ശ്രേഷ്ഠനോ? ഇത് കവിതയാണെങ്കിൽ ഇതുപോലെ 800 കവിത ഞാൻ എഴുതും. നോക്കേ, ഒരുപാട് സംസാരിക്കണ്ട. നിനക്ക് എല്ലാം അറിയുമെങ്കിൽ നിന്റെ കഴിവ് കാണിക്കായിരുന്നില്ലേ? ഉറപ്പായിട്ടും. ഇപ്പോ പറയുന്നത് മാത്രം കേക്ക്. അങ്ങനെയാണോ? എന്നാ എന്റെ കവിത കേൾക്കുന്നോ? വായറയ്ക്ക് നിന്റെ ജ്യേഷ്ഠൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക. അവനെ തന്നെ നീ കളിയാക്കാണോ? നിനക്ക് നാണമില്ലേ? പക്ഷെ ഈ കവിത വളരെ മോശമായിട്ടുണ്ട് അച്ഛാ. ഉണ്ടാതിരിക്കെ. അച്ഛാ, എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കുന്നത്? അവൻ ശരിക്കും ഒരു പമ്പര വിഡിയാ. നിങ്ങൾക്ക് ഈ കവിത ശരിക്കും ഇഷ്ടപ്പെട്ടോ? എന്ത് കഷ്ടമായത്. ഈ ഘട്ടത്തിലെ അവസാനത്തെ ചോദ്യം ഇതാണ്: 58 അടി നീളമുള്ള ഒരു വഴി. ഒരാൾ അതിൽ 48 അടി ഓടുന്നു. ബാക്കി എത്ര അടിയുണ്ട്? എന്ത് ചോദ്യത്? നിനക്ക് ഇതിന്റെ ഉത്തരം അറിയോ മോനെ? അച്ഛാ, ഓടിയത് എത്ര വേഗത്തിലാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? എടാ മോനെ, ഈ ചോദ്യത്തിനും ഓടിയനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നിനക്ക് എന്താ അറിയാ? ചോദ്യം ശരിക്കും കേട്ടില്ലേ? ഒരാള് 48 അടിയാണ് ഓടിയിരിക്കുന്നത്. നിനക്ക് ആ കാര്യം മനസ്സിലായോ? അയാൾ എത്ര വേഗത്തിൽ ഓടിയത്, എത്ര പതുക്കെ ഓടിയതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരിയാ പറഞ്ഞത്. നീ പറഞ്ഞതൊരു കാര്യമുണ്ട്. എന്റെ അമ്മ, അച്ഛനും മോനും ഇത്രയും മണ്ടന്മാരാണോ? സമയം കഴിയാറായി. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും പുറത്തു പോകും. വേഗം പറയൂ. ഇത് വളരെ കഷ്ടമുള്ളൊരു ചോദ്യം. 10. ആരും ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്തതുകൊണ്ട് 10 അടി.
ഇതിന്റെ ഉത്തരം കൃത്യം 10 ആയിരിക്കും. ശില്പം പച്ച നിറത്തിലായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, ഉത്തരം ശരിയാണ്. കൊള്ളാം, എന്റെ കുടുംബത്തിലുള്ള രണ്ടുപേരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഈ മത്സരം 3 പേർ തമ്മിലാണ് നടക്കാൻ പോകുന്നത്. ജിൻസൺ, ജിങ്ക്യുവ, പിന്നെ ജോയൻ നന്നായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ അനിയത്തിയെ തീർച്ചയായിട്ടും 1ാം സ്ഥാനത്തെത്തിക്കും. ചോദ്യം തീർച്ചയായിട്ടും കണക്ക്, വ്യാകരണം, ആംഗലേയം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഈ ചോദ്യം ഗുഹയുടെ തലവൻ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ആംഗലേയത്തിൽ 26 അക്ഷരങ്ങളുണ്ട്. അതിൽ 6ാമത്തെ അക്ഷരത്തിന്റെ കൂടെ ഓ എന്ന അക്ഷരം ചേർത്ത് ഒരു നല്ല വാക്കുണ്ടാക്കണം. എനിക്ക് ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയില്ലല്ലോ. അച്ഛാ, ചോദ്യം വളരെ കഷ്ടമുള്ളതാ. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിന്റെ ഉത്തരം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ആദ്യം ആംഗലേയത്തിന്റെ 26 അക്ഷരങ്ങൾ ഓർമ്മയിൽ വെക്കണ്ടേ? അപ്പോഴല്ലേ 6ാമത്തെ അക്ഷരം എന്താണെന്ന് ഓർമ്മിക്കാൻ പറ്റുള്ളൂ. F. 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 എന്താ? F. 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 എനിക്ക് ഉത്തരം എന്താണെന്ന് മനസ്സിലായി. ഉത്തരം പറഞ്ഞോളൂ. ആ വാക്ക് പൂവാണ്. എഫ് ഫോർ ഫ്ലവർ. ശില്പം പച്ച നിറത്തിലായിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരി ഉത്തരം തന്നെയാണ്. ആംഗലേയത്തിലെ അക്ഷരങ്ങളിൽ 6ാമത്തെ അക്ഷരം എഫ്. അതിൽ ഓ ചേർത്താൽ ഫ്ലവർ എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഗുഹയിലേക്ക് പ്രവേശിക്കാം. ഈ സമ്മാനവും നിങ്ങൾക്കുള്ളതാണ്. എന്റെ മകൻ ഒരു തടസ്സവുമില്ലാതെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്റെ കുടുംബത്തിനിത് വലിയൊരു അഭിമാനമാണ്. ഇനി എന്നും നിന്റെ കുടുംബം എന്റെ കാൽച്ചൂട്ടിലായിരിക്കും, മറക്കണ്ട. ഇവൻ ഈ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ ചികിത്സിക്കുക? ഇത് അപമാനം. കുടുംബത്തിന്റെ മാനം പോയിരിക്കുന്നു. ഈ മത്സരത്തിൽ നമ്മൾ തോറ്റിരിക്കുന്നു. ഇനി മുതൽ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം ജ്യേഷ്ഠ, എനിക്ക് ഇതിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. സമ്മാനവും കിട്ടിയില്ല. ആ സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്റെ അമ്മ മരിച്ചു പോകും. ഇത് നിനക്കറിയില്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ? മഹാരാജൻ, മഹാറാണിയുടെ അവസ്ഥ ഗുരുതരമാണ്. സമ്മാനം ലഭിച്ചാൽ മാത്രമേ മഹാറാണി രക്ഷിക്കാനാവൂ. എന്താ പറഞ്ഞ? ശരി ശരി, അമ്മയെ രക്ഷിക്കണമെങ്കിൽ ആ സമ്മാനം എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഈ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. നിർത്ത്. ഞാൻ ഇവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ആ സമ്മാനം എനിക്ക് കിട്ടുമോ? നീ ഇപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തു പറ്റി? എനിക്ക് ആ സമ്മാനം വേണം. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇയാളുടെ ആദ്യ ഭാര്യയിലെ പുത്രനല്ലേ? നീ ഒരു മണ്ടനാണെന്നാണ് ഞാൻ കേട്ടത്. കാണുമ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഈ മണ്ടനാണ് ആ സമ്മാനം കിട്ടാൻ പോകുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല, മനസ്സിലായോ? മത്സരം അവസാനിച്ചിരിക്കുന്നു. അതിന്റെ സമ്മാനവും കൊടുത്തു കഴിഞ്ഞു. ഇനി നിനക്ക് അവസരമില്ല. ഞാൻ ഇവനെ തോൽപ്പിച്ച നീ എന്നെ തോൽപ്പിക്കുന്നോ? എന്റെ 2 ജ്യേഷ്ഠന്മാർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഒരു വിഡ്ഢി തന്നെ. എന്നെ തോൽപ്പിക്കുന്നാണോ പറയുന്നത്? ഞാൻ നിന്നെ ഉറപ്പായിട്ടും തോൽപ്പിക്കും. അല്ല, നിനക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അത്രക്കറിയുണ്ടോ ഇവനെ തോൽപ്പിക്കാനായിട്ട്? ഈ മത്സരത്തിന്റെ നിയമാവലി പ്രകാരം ആദ്യ സ്ഥാനത്തേക്ക് എത്തുന്നയാളെ വെല്ലുവിളിക്കാം. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ സമ്മാനം നിനക്കുള്ളതാണ്. ഈ സമ്പ്രദായത്തിലും നിനക്ക് ചേരാം. ഒരുപക്ഷെ തോറ്റെന്നാൽ നിന്റെ 2 കൈയും നഷ്ടമാകും. ജ്യേഷ്ഠൻ എന്തിനാ ഇതിന് തയ്യാറാവുന്നത്? നീ പേടിക്കണ്ട, ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. നീ ഒരു മണ്ടൻ തന്നെ. എന്നെ വെല്ലുവിളിക്കണം. മരണത്തോടാ നീ കളിക്കുന്നത്. ജ്യേഷ്ഠ, ഇങ്ങനെയൊന്നും ചെയ്യരുത്. വല്യമ്മയെ രക്ഷിക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും വഴി സ്വീകരിക്കാം. അതിനുവേണ്ടി ജ്യേഷ്ഠന്റെ കൈ നഷ്ടപ്പെടുത്തരുത്. നീ ഇത്രയും വലിയൊരു മണ്ടനായിരുന്നോ? എന്താ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവന്റെ കുഴി ഇവൻ തന്നെ തോണ്ടിക്കൊണ്ട്. ഞാനൊരു നിബന്ധന വെക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ജ്യേഷ്ഠ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനെയാ ഇയാൾക്ക് മകനായിട്ട് കിട്ടിയത്. മണ്ടത്തരത്തിൽ ഇവൻ ഒന്നാമതാ. മരിക്കാൻ നിനക്ക് അത്രമാത്രം താല്പര്യമാണെന്ന് തോന്നുന്നു. ഇനി നിന്റെ ഇഷ്ടം. ശരി, നമുക്ക് മത്സരം ആരംഭിക്കാം. 2 പേരും ഇവിടെ വന്ന് നിൽക്കൂ. ജ്യേഷ്ഠ, നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. 3 ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഉത്തരം പറയണം. നിന്റെ കഥ അവസാനിക്കാൻ പോവാ. അത് നമുക്ക് കാണാം. കഠിനമായ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ശരി, 8നെ 9 കൊണ്ട് ഗുണിച്ചാൽ 72. 72? നീ എണ്ണിയോ? 8നെ 9 കൊണ്ട് ഗുണിച്ച 72. ഇതിലിപ്പോ എന്താ ഉള്ളത്? സാധ്യതയില്ല. നീ ശരിയായ ഉത്തരം. ഇതെങ്ങനെ സാധ്യമായി? അതെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്റെ സമയം നല്ലതാണ്. ഇത് ഭാഗ്യ. ഇത് ഭാഗ്യമൊന്നുമില്ല. ഞാൻ എല്ലാ ഗുണനപ്പട്ടികയും മനപ്പാടാക്കിയിട്ടുണ്ട്. നിനക്ക് എല്ലാ ഗുണനപ്പട്ടികയും അറിയൂ. അതെ. ഇതിൽ അഭിമാനിക്കേണ്ട ഒരു കാര്യമില്ല.
ഗുണനപ്പട്ടികയെല്ലാം മനപ്പാടമാക്കുന്നത് സാധ്യമല്ല. ഗുരുക്കന്മാർക്ക് പോലും ഇത് പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ നിനക്ക് പറ്റുന്നത്? അങ്ങനെങ്കിൽ കേട്ടോളൂ. 1-നെ 1 കൊണ്ട് ഗുണിച്ചാ 1, 2-നെ 2 കൊണ്ട് ഗുണിച്ചാ 4, 3-നെ 3 കൊണ്ട് ഗുണിച്ചാ 9, 4-നെ 4 കൊണ്ട് ഗുണിച്ചാ 16, 5-നെ 5 കൊണ്ട് ഗുണിച്ചാ 25, 6-നെ 6 കൊണ്ട് ഗുണിച്ചാ 36, 7-നെ 7 കൊണ്ട് ഗുണിച്ചാ 49, 8-നെ 8 കൊണ്ട് ഗുണിച്ചാ 64. ഇവൻ ശരിക്കും ഒരു ബുദ്ധിശാലി തന്നെയാണോ? എന്താ ഇത്? പറയുന്ന കല്ലെവിടെ പോയി? ശില്പം എവിടെ പോയി? പരിണാമക്കല്ലിന്റെ സമയം കഴിഞ്ഞു. ഈ പരിണാമക്കല്ല് ബുദ്ധിശാലിയായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതിന് അവസാന മാറ്റം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ മണ്ടൻ എങ്ങനെ ബുദ്ധിശാലിയാവുക? അതിന് സാധ്യതയില്ല. ഇപ്പൊ നടന്നാണോ ആ ശില്പത്തിന്റെ അവസാനത്തെ മാറ്റം? അത് എനിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. ഇപ്പൊ ഇവിടെ ശില്പമില്ല. ഇനി മത്സരം എങ്ങനെ നടക്കും? എനിക്കതിൽ ചിന്തയില്ല. ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചു. ഈ സമ്മാനം ഇനി എനിക്ക് സ്വന്തമാ. നീ ഇപ്പൊ പറഞ്ഞത് ഗുണന പട്ടികയല്ലേ? അതെ, ഞാൻ അത് തന്നെ പറഞ്ഞു. ഇത് സാധ്യമല്ല. അതെ, ജ്യേഷ്ഠൻ ഇപ്പോ ഗുണന പട്ടികയെ പറഞ്ഞത്. അവൻ പറഞ്ഞത് സത്യമാണെന്ന് ആർക്കറിയാം? വെറുതെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. തീർച്ചയായിട്ടും ലോകത്തിലെ ആർക്കും ഈ ഗുണന പട്ടിക അറിയില്ല. അങ്ങ് തന്നെ പറയൂ, ഈ ഗുണന പട്ടിക ശരിയായിരുന്നോ? പരിണാമക്കല്ല് ഇപ്പൊ ഇല്ല, അതുകൊണ്ട് ചോദിക്കാൻ കഴിയില്ല. ഇവിടെ എന്താ നടക്കുന്നത്? ഈ പയ്യൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഇവര് ഗുണനപ്പട്ടിക കൃത്യമായിട്ട് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ, അതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ ഞാനും എന്റെ കാലിൽ വീഴുന്നതായിരിക്കും. ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ എനിക്കും എന്ത് വേണമെങ്കിലും പറയാൻ കഴിയും. നീ എന്തൊക്കെയായി പറയുന്നത്? 8-നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലേ? അത് ഗുണനപ്പട്ടിക അറിയുന്നുണ്ടോ? ഭാഗ്യം കൊണ്ട് ഉത്തരം ശരിയായതാ. നിനക്ക് അങ്ങനെ തോന്നുന്നു? ഒരു തവണ രക്ഷപ്പെട്ടു. ഇനി നിനക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിക്കും. 3-ൽ 2 ചോദ്യങ്ങൾക്കും ഉറപ്പായും ഉത്തരം നൽകണം. അതിനുശേഷം മത്സരിക്കണമെങ്കിൽ എന്റെ അനുമതി വേണം. അടുത്ത 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചോദിച്ചോളൂ. നിന്റെ വിധി ഒരു തവണ നിന്നെ രക്ഷിച്ചു, എന്നാ എപ്പോഴും നിന്നെ രക്ഷിക്കില്ല. നിനക്ക് ആത്മവിശ്വാസം കൂടുതലാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ പുസ്തകം വായിച്ചിട്ട് എന്നോട് മത്സരിച്ച് ജയിക്കുമെന്നാണ് കരുതിയത്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിനക്ക് ഒരു ഉത്തരം പോലും പറയാൻ പറ്റില്ല. നിനക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? അങ്ങ് ഞങ്ങളോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലും ഈ ചോദ്യത്തിന് പിന്നെ ഉത്തരം പറയാൻ പറ്റില്ല. ജ്യേഷ്ഠൻ അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ. നീ എന്തിനാ എപ്പോഴും അവനെ പിന്തുണച്ച് സംസാരിക്കുന്നത്? അവൻ എങ്ങനെ തോൽക്കാൻ പോകുന്നതെന്ന് കണ്ടോ? ഇനി അങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചാലും. ഇനി 2ാമത്തെ ചോദ്യം, അത് നിനക്കുള്ളതാണ്. സൂര്യനെ കുറിച്ചൊരു കവിത ചൊല്ലാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു അത്ഭുതകരമായ കവിത ഇവിടെ അവതരിപ്പിച്ചതാണ്. ഇനി നിലാവിനെ കുറിച്ചൊരു കവിത ചൊല്ലണം. ഇനി നിങ്ങൾക്ക് ആരംഭിക്കാം. നിലാവിനെ കുറിച്ചുള്ള കവിതകൾ കുറേയുണ്ട്. ആ നിലാവിലുള്ള വെളിച്ചം, ആ വെളിച്ചത്തിലുള്ള ഭംഗി, രാത്രി വന്ന് വെളിച്ചം തരുന്നു, നക്ഷത്രങ്ങൾക്കും ഭംഗിയേകുന്നു. ചെറുപ്പത്തിൽ ഞാൻ നിലാവിനെ കുറിച്ച് ഒരുപാട് കവിതകൾ കേട്ടിട്ടുണ്ട്. ഇതിലാണ് എന്നോട് മത്സരിക്കുന്നത്. എന്തായാലും 3-ൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഞാൻ തന്നെ ജയിക്കാം. ആദ്യത്തെ ചോദ്യം നിനക്ക് വിട്ടുതരാം. ഇവൻ ഏത് ലെവലിലാ കവിത രചിക്കുന്നെന്ന് എനിക്ക് കേൾക്കണം. ഞാൻ കവിത രചിച്ചു. ഇത്ര പെട്ടെന്നോ? ഞാൻ നിലാവിനെ കുറിച്ചുള്ള ഒരു ചെറിയ കവിത രചിച്ചു കഴിഞ്ഞു. എന്താ നിങ്ങൾ കവിത രചിച്ചു വന്നോ? ഇത്ര ചുരുങ്ങിയ സമയത്തിൽ ഇവൻ എങ്ങനെ ഈ കവിത രചിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ചൊല്ലിക്കോളൂ. ആകാശത്ത് ഭംഗിയുള്ള നിലാവുണ്ട്. ആ നിലാവ് നമുക്ക് വെളിച്ചം നൽകുന്നു. നോക്കുന്തോറും അതിന് ഭംഗി കൂടുന്നു. രാത്രി നിലാവ് വന്നില്ലെങ്കിൽ സൂര്യന് തന്നെ ഭംഗിയില്ല. സൂര്യന് ഭംഗിയില്ലെന്ന്? അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. നീ ഞെട്ടിച്ചു കളഞ്ഞു മോനെ. നിലാവിനെ പറ്റിയുള്ള കവിത എത്ര മനോഹരമായിരിക്കുന്നു. ജ്യേഷ്ഠന് ജയിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ അറിവുള്ളവന്റെ മുമ്പില് എന്റെ ജ്യേഷ്ഠനെ പിടിച്ചു നിൽക്കാനാവില്ല. കഴിഞ്ഞ തവണ ഭാഗ്യം കൊണ്ടാ നീ ശരി ഉത്തരം പറഞ്ഞത്. എപ്പോഴും അങ്ങനെ നടക്കില്ലല്ലോ. കണ്ടില്ലേ, ഒന്നും പറയാതെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച കവിത വളരെ മനോഹരമായിരുന്നു. ഇത്ര ഭംഗിയായി കവിത രചിക്കാൻ ലക്ഷത്തിലൊരാൾക്കേ സാധിക്കൂ. ആചാര്യ, മനസ്സിലുണ്ടായ തോന്നലുകളിലാണ് കവിത രചിച്ചത്. നീ രചിച്ച കവിത അത്ര മോശമൊന്നുമല്ല, പക്ഷെ പ്രശംസിക്കാനുള്ള ഒന്നുമില്ല. അല്ല, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ യഥാർത്ഥ ജ്ഞാനി ആരാണെന്ന്? ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ ആളൊരു കില്ലാടിയാണെന്ന്. നിന്റെ കവിത വളരെ നന്നായിരുന്നു. ഞാൻ തോൽവി സമ്മതിക്കുന്നേ. നോക്ക്, യഥാർത്ഥ കഴിവിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണെന്ന്? എന്നെ വെല്ലുവിളിച്ചതിന് നിനക്ക് വലിയ വില നൽകേണ്ടി വരും. അങ്ങനെയാണോ? നീ ജയിക്കുന്ന പോലെയാണോ സംസാരിക്കുന്നത്? അത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്. പിന്നൊരു കാര്യം, ഈ ഘട്ടത്തിൽ നീ ജയിച്ചു. പക്ഷെ 3 ചോദ്യങ്ങൾക്ക് 2 ഉത്തരം പറയുന്നവരെ അവസാനം വിജയിക്കുക.
അടുത്ത ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. മലയാളത്തിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി ആംഗലേയത്തിലുള്ള ചോദ്യങ്ങളാണ്. ആംഗലേയത്തിൽ നിനക്കെന്നെ തോൽപ്പിക്കാനാകില്ല. ഇതുകൂടി കഴിയുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഞാൻ നിന്നെ പോലെ ഒന്നുമല്ല. ആംഗലേയത്തിൽ ഞാൻ ബലഹീനനാ. പക്ഷേ നിന്നെ തോൽപ്പിക്കാൻ അതൊക്കെ ധാരാളം. ഇവന്റെ ആത്മവിശ്വാസം കണ്ടില്ലേ? പറയാൻ പോകുന്നതിൽ ഒരു വാക്ക് മാത്രമാണ്. ഒരു മൃഗത്തിന്റെ പേര്. അതേതാണെന്ന് പറയണം. എ ബനാന, ബി ഡോഗ്. ബി ആണ്, ഡോഗ്. ബിയോ? എന്ത് ബി? ആദ്യം ചോദ്യം കേക്ക്. അല്ല, ശരി ഉത്തരം ബി തന്നെയാണെന്ന് എനിക്കറിയാം. മുഴുവൻ ചോദ്യം കേൾക്കാതെ എങ്ങനെയാ നിനക്ക് മറുപടി പറയാൻ പറ്റിയ? നീ എന്താ കളിക്കണോ? എനിക്ക് ശരി ഉത്തരം അറിയുന്നതിന് നിനക്കെന്താ പ്രശ്നം? ഇത്ര എളുപ്പമുള്ള ചോദ്യത്തിനൊക്കെ ആലോചിക്കണം. ഞാൻ 9ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളൂ. എന്താ നിനക്ക് തോന്നുന്നത്? ഇത് ശരിയായ ഉത്തരവായിരിക്കും? ഉറപ്പായിട്ട് അതിന് സാധ്യതയില്ല. കാരണം ചോദ്യം മുഴുവനായിട്ട് കേട്ടിട്ട് പോലുമില്ല. ചോദ്യം കേൾക്കാതെ ഉത്തരം പറയുന്നത് മണ്ടത്തരല്ലേ? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞില്ലല്ലോ. ജ്യേഷ്ഠൻ പറഞ്ഞത് ശരിയാണെങ്കിലോ? അതിന് സാധ്യതയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഇത്രയും പെട്ടെന്ന് ദൈവത്തിന് മാത്രമേ ഉത്തരം നൽകാൻ കഴിയൂ. ആചാര്യ, എന്റെ ഉത്തരം ബി ഡോഗ്. ഇനി പറഞ്ഞോളൂ, എന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡോഗിന്റെ അർത്ഥം നായ എന്നാണ്. നായ എന്നാൽ മൃഗത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് പറഞ്ഞ ഉത്തരം ശരിയാണ്. എന്ത്? സത്യമാണോ? നിനക്കാണ്. മാത്രമല്ല, നിനക്ക് ഈ സമുദായത്തിൽ ചേരാനുള്ള അർഹതയുണ്ട്. കൂടാതെ ആചാര്യന്റെ അവസാനത്തെ ശിഷ്യനുമാകാം. എന്ത്? ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യനോ? ഇവൻ എല്ലാവരെയും കടത്തി വെട്ടിയല്ലോ. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ഇവനെ വെല്ലുവിളിക്കുക. പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ നിങ്ങളുടെ സൗജന്യ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുന്നു.